ഇപ്പോൾ CPIM പ്രതിനിധി ശ്രീ അനിൽകുമാറാണ് ചർച്ചയിൽ ഉള്ളത്. അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങുകയും ചെയ്യാം. ഇന്നിപ്പോൾ വൈകുന്നേരം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ തരൂരിനെ വിളിപ്പിച്ചു, കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തരൂരിന് മറുപടി പറയാൻ പോയി അബദ്ധം പിണഞ്ഞ നേതാക്കൾ പിന്നീട് തരൂരിനല്ല കണക്കുകൾ അവതരിപ്പിച്ചവരോടാണ് മറുപടി എന്ന നിലയിലേക്ക് പ്രതിപക്ഷ നേതാവും മറ്റും ഒന്ന് തന്ത്രം മാറ്റിപ്പിടിച്ചു. നമ്മൾ നിക്ഷേപ സംഗമത്തിലേക്ക് നമ്മുടെ നാട് കേരളം പോവുകയാണ്. അപ്പോൾ ഈ നിലയിൽ നിൽക്കുന്നൊരു സാഹചര്യം യഥാർത്ഥത്തിൽ നോക്കിയാൽ കോൺഗ്രസിനകത്തെ ഭിന്നത സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ മാറ്റത്തെ സംബന്ധിച്ചൊക്കെ കുറേ കൂടി ആളുകളിലേക്ക് എത്തുന്നതിന് സഹായകരമായി എന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ഈ മാറ്റത്തെ അതേ നിലയിൽ അടയാളപ്പെടുത്താതിരിക്കുക, അതേക്കുറിച്ച് സത്യാന്വേഷണങ്ങൾ, വസ്തുതാ പരിശോധനകൾ ഫലപ്രദമായി ആ മാധ്യമപ്രവർത്തനം നടക്കാതിരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഗുണകരമായില്ലേ ഈ കോൺഗ്രസിലെ ഭിന്നതയൊക്കെ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വിവാദങ്ങളല്ല വികസനത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പറയുകയുണ്ടായി. എന്നാൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിക്കൊണ്ട് 600-ൽ 550 ഞങ്ങൾ നടപ്പാക്കിയെന്ന് അവകാശ പത്രിക വെച്ച് പ്രോഗ്രസ് കാർഡ് ഇറക്കി മുന്നേറിയ മുഖ്യമന്ത്രിയെ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി വെല്ലുവിളിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഒരു മാധ്യമത്തിനും പ്രതിപക്ഷത്തിനും അക്കാലത്ത് തയ്യാറായില്ല. അവർ വളരെ വേഗം വിവാദങ്ങളിലേക്ക് എങ്ങനെ പോകാമെന്ന് കരുതി. പക്ഷേ UDF കാലത്തെ വിവാദങ്ങളും LDF കാലത്തെ വിവാദങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. UDFൻ്റെ കാലത്ത് വിവാദങ്ങൾ രൂപപ്പെടുന്നതെല്ലാം ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് UDFിനകത്തുനിന്ന് തന്നെ ഉയർന്നു വരുന്ന പ്രതിസന്ധികളാണ്. മറുഭാഗത്ത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ആ സർക്കാരുകൾ പരാജയങ്ങളുമായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തെ ഏറ്റവുമേറെ ആക്രമിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചാനലിലെ മുൻനിര ചാനലിലെ ഒരു ആങ്കർ ബഹുമാനപ്പെട്ട TN പ്രതാപനുമായി ഒരു ചാനൽ ചർച്ച അക്കാലത്ത് നടത്തുന്നത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമായി നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്നത് കേരളത്തിൽ നിന്ന് റോഡുകളൊന്നും നന്നാകാൻ പോകുന്നില്ല, 30 മീറ്റർ ആണെങ്കിൽ 30 മീറ്ററെങ്കിലും നന്നാക്കിയാൽ മതി എന്ന് പ്രതാപൻ. അതുപോലെ നന്നാകുന്നില്ലല്ലോ, നമ്മുടെ കാലത്ത് കാണാൻ ഉണ്ടാവില്ലല്ലോ എന്ന് പ്രതാപൻ. മാത്രമല്ല 3000 കോടി രൂപ റോഡ് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ട്, ഇനി ആര് പണിയാനാണെന്ന് ബിനു വി ജോൺ. അവസാനം എന്തായി ആ ചർച്ച? ഇതാ 2026-ൽ ഈ പ്രതാപൻ ഉൾപ്പെടെ ആർക്കും ദേശീയപാതയിലൂടെ സഞ്ചരിക്കാമെന്ന് പറയുമ്പോൾ നേരിട്ടുള്ള അനുഭവം ഇതാണ്. ബഹുമാനപ്പെട്ട AK ആൻ്റണിയുടെ കാലത്ത് വികസനത്തിൻ്റെ ലാസ്റ്റ് ബസ്സാണെന്ന് ആൻ്റണി പറയുകയുണ്ടായി. പക്ഷെ ബഹുമാനപ്പെട്ട AK ആൻ്റണി കേരളം വിട്ട ശേഷമാണ് കേരളത്തിൽ വികസനത്തിൻ്റെ വഴി തെളിഞ്ഞത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കാരണം എന്താണ്? താൻ മാറി, LDF സർക്കാർ വന്നു, ഏത് പദ്ധതികൾ ഏൽപ്പിച്ചാലും കേരളത്തിൻ്റെ വ്യവസായ മണ്ഡലത്തിൽ നടക്കുന്ന സാഹചര്യം വന്നു. ഇളമരം കരീമും VS അച്യുതാനന്ദനും ഇരിക്കുന്ന കാലത്ത് UDF വന്നു. എൻ്റെ പ്രതീക്ഷ പോയി, എൻ്റെ ശക്തി പോയി, ആത്മബലം പോയി. ഇതാണ് ബഹുമാനപ്പെട്ട AK ആൻ്റണി പരസ്യമായൊരു വേദിയിൽ പ്രസംഗിക്കുന്നത്. അപ്പോൾ താരതമ്യങ്ങൾ ആളുടെ മുമ്പിലുണ്ട്. ഇപ്പോഴത്തെ വിവാദത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണം ഈ വിവാദങ്ങളിലൂടെ കേരളത്തിലെ ആളുകൾ തിരിച്ചറിയുന്നത് പഴയകാലം എന്തായിരുന്നുവെന്നാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് വികസനമെല്ലാം ഉണ്ടായത്. ഉമ്മൻചാണ്ടി കല്ലിടാത്ത 1 ഇഞ്ച് മണ്ണ് പോലും കേരളത്തിൽ ഞങ്ങൾക്ക് കണ്ടുകിട്ടാനാവില്ല എന്നാണ് UDFിൻ്റെ വെല്ലുവിളി. എവിടെ നോക്കിയാലും ഉമ്മൻചാണ്ടിയുടെ പഴയ കല്ല് കാണും. ഇതാണ് അവരുടെ അവകാശവാദം. എന്തായിരുന്നു ഉമ്മൻചാണ്ടി കാലം, UDFിൻ്റെ കാലം എന്നുള്ള അന്വേഷണത്തിലേക്ക് ആളുകൾ പോയി. അവിടെയാണ് ഡാറ്റയാണ് എനിക്ക് പറയാനുള്ളതെന്ന് ശശി തരൂർ പറയുമ്പോൾ ഡാറ്റ കൊണ്ട് മറുപടി പറയാൻ സതീശൻ ഇറങ്ങി തിരിച്ചത്. ഡാറ്റ യുദ്ധത്തിൽ സതീശൻ പരാജയപ്പെട്ടില്ലേ? ഒരു ചെറിയ കണക്കാണ് ഞാൻ പറയുന്നത്. 3 ലക്ഷം സംരംഭങ്ങൾ, 3 ലക്ഷം സംരംഭങ്ങൾക്ക് 1 ലക്ഷം രൂപ വെച്ച് മുടക്കിയെന്നിരിക്കട്ടെ. അപ്പോൾ എത്രയായി? VD സതീശൻ്റെ കണക്കിൽ അത് 30,000 കോടി രൂപയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കണക്കനുസരിച്ച് 3000 കോടിയേ വരുള്ളൂ.
ഒരു കണക്ക് പോലും അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് എത്രത്തോളം ഹോംവർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. ഒരു നിമിഷം ശ്രീ അനിൽകുമാർ അത് ചർച്ചയാകുന്നുണ്ട്. ആ ചർച്ചയാകുന്നതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ ആ ഭാഗം ഒന്ന് കണ്ടുവരാം. താങ്കൾ പറഞ്ഞത് അതിശയോക്തിപരമാണ് എന്ന ഒരു നില ഈ ചർച്ചയിൽ പിന്നാരും എടുക്കാനും പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചർച്ച പോകേണ്ടതുമില്ല. അതൊന്ന് കണ്ടുകൊണ്ട് താങ്കളിലേക്ക് വരികയും ചെയ്യാം. 1 ലക്ഷം എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ച കണക്കിൻ്റെ ഒരു പിശകാണല്ലോ താങ്കൾ പറഞ്ഞത്. എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്ന് നോക്കാം. 30,000 കോടി സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ട്. 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും. അല്ല, അത് താങ്കൾ പറഞ്ഞ കണക്ക് ശരിയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കണക്ക് നിലനിൽക്കാത്തതുമാണ്. 3 ലക്ഷം പേർ 1 ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ 3000 കോടി. അദ്ദേഹം പക്ഷേ അവതരിപ്പിച്ചു വെക്കുന്നത്, വ്യക്തതയോടെ ബോധ്യത്തോടെ പറഞ്ഞു വെക്കുന്നത് 30,000 കോടി എന്ന നിലയ്ക്കാണ്. അതൊരു പിശകാണെങ്കിൽ അദ്ദേഹം തിരുത്തേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് സംഭവിച്ച പിശകാണെങ്കിൽ തുടർന്ന് ദീർഘനേരം സംസാരിച്ചപ്പോൾ അദ്ദേഹം തിരുത്താമായിരുന്നു. അതും വന്നിട്ടില്ല. പക്ഷേ താങ്കൾ പറഞ്ഞത് ഈ ഡാറ്റ വെച്ച് സംസാരിക്കുമ്പോൾ പറയുന്നതൊന്നും വസ്തുതാപരമല്ല എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഈ ലളിതമായ കണക്കെന്നാണോ? ഇനി പ്രതിപക്ഷ നേതാവിനോട് ഞാൻ വേറൊരു കണക്ക് അങ്ങോട്ട് പറയാം. ഡാറ്റയാണല്ലോ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട വസന്ത് സിറിയക്കല്ലേ എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, കേരളത്തിൻ്റെ GDP ഗ്രോത്ത് എത്രയാണ് ഒരു വർഷം ഇപ്പോഴത്തെ ആസ് ഓൺ ടുഡേ? ഞാൻ പരീക്ഷ ഇടുകയല്ല, ഞാൻ അങ്ങോട്ട് പറയാം. 13.11 ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ GDP ഗ്രോത്ത്. ഏറ്റവും അവസാനത്തെ കണക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഈ കേരളത്തിൻ്റെ കടം എത്ര എടുക്കാമെന്ന് നിശ്ചയിക്കുന്ന അതിൻ്റെ 3%. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ GDP എത്രയാണ്? 9 കൊല്ലക്കാലം കഴിയുമ്പോൾ പിണറായി സർക്കാരിൻ്റെ കാലാവധി 9 കൊല്ലം പൂർത്തിയാകുമ്പോൾ GDP ഗ്രോത്ത് എത്രയാണ്? നമ്മൾ കടത്തിൻ്റെ വർധനവ് പറയുമ്പോൾ GDP ഗ്രോത്തിൻ്റെ വർധനവ് ആരും പറയുന്നില്ല. കേരള സമ്പദ്ഘടനയെ 2.5 ഇരട്ടി വലുതാക്കി പിണറായി സർക്കാർ. അതാണ് ഞങ്ങളുടെ ക്ലെയിം. ബഹുമാനപ്പെട്ട ശരത്ത് പറയുന്ന ഈ സ്റ്റാർട്ടപ്പ് എക്കോണമിയുമായി ബന്ധപ്പെട്ട ലോക നിലവാരത്തിലുള്ള വളർച്ചയുടെ 3 ഇരട്ടിയാണ് കേരളത്തിലെ വളർച്ചയെന്ന് പറയുന്ന പോയിന്റിൻ്റെ സാധൂകരണം എന്താണ്? കോവിഡിന് ശേഷമുള്ള വിമോചനത്തിൽ, കോവിഡിന് ശേഷം സമ്പദ്ഘടന വീണ്ടെടുത്തതിൽ ലോകത്ത് തന്നെ 1-ാം സ്ഥാനം കേരളത്തിനാണ്. അതാണ് അതിൻ്റെ പോയിന്റ്. എങ്ങനെ ഇത് നേടി? ഇതാണ് അടുത്ത ചോദ്യം. ഇത് വെറുതെ നേടിയതല്ല. ദേശീയപാത പണിയുമ്പോൾ 25,000 കോടി രൂപ ആ ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന ഓരോ ഉടമയ്ക്കും കിട്ടുമ്പോൾ അവർ ആ ദേശീയപാതയുടെ 2 സൈഡിലുമുള്ള കടകളും വീടുകളും പൊളിച്ചു കൊടുക്കും. അത് സമ്പദ്ഘടനയിലേക്ക് പണമായിട്ട് വരും. നിർമ്മാണമാണ് നടക്കുന്നത്. അത് പുതിയ സംരംഭങ്ങളായിട്ട് മാറുന്നു. പഴയ തട്ടുകടയല്ല. ദേശീയപാതയുടെ കരികിലും നല്ല പണം കിട്ടിയിട്ട് നല്ല സ്ഥാപനങ്ങൾ വരികയാണ്. നിങ്ങൾ പോയി നോക്ക്. കേരളത്തിലെ LDF സർക്കാർ എന്താ ചെയ്തത്? കോവിഡ് വന്നു, 20,000 കോടി രൂപയുടെ മാന്ദ്യവിരുദ്ധ പാക്കേജ് പ്രഖ്യാപിച്ചു. ജനങ്ങളിലേക്ക് പണം എത്തിയാൽ ആ പണം തിരിച്ചു വരും. ഇത് മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാമ്പത്തിക ശാസ്ത്രമല്ല. പക്ഷെ മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രം പോലും പ്രവർത്തനയോഗ്യമാക്കാൻ അറിയില്ല കോൺഗ്രസ്സിന്. അവർ പ്രവർത്തിപ്പിക്കുന്ന തത്വശാസ്ത്രം വേറെയാണ്. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്, നിങ്ങൾ കെയ്ൻസിനെങ്കിലും പഠിപ്പിക്കുക, ആ കെയ്ൻസിൻ്റെ തത്വശാസ്ത്രമെങ്കിലും നടപ്പിലാക്കുക. ഞങ്ങൾ അതിലൂടെ മോചനം ഉണ്ടാകും ധരിക്കുന്നവരല്ല. പക്ഷേ ഇന്ത്യ രാജ്യത്തെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ കേരളം ഒരു പ്രത്യേക സമ്പദ് വ്യവസ്ഥയായി വികസിച്ചു വന്നതിന് പിന്നിൽ ഇതാണ് കാര്യം. അവിടെ നിക്ഷേപ സൗഹൃദം വരുന്നു. ഞാനൊരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വെറുതെ നിക്ഷേപം വരുമോ? നിക്ഷേപം പറയണ ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കണം. ദേശീയപാത വരുന്നു, മലയോര പാത വരുന്നു, നമ്മുടെ ടണൽ വരുന്നു, നമ്മുടെ അങ്ങോട്ടേക്ക് കക്കാടംപൊയ്ക വഴി ഒരു ടണൽ വരുന്നു, ഇങ്ങോട്ട് വയനാട്ടിലേക്ക് തുരങ്കം വരുന്നു. ഇതൊക്കെ ആളുകൾ കാണുമ്പോൾ ഈ വികസിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ടാണ് 10 കൊല്ലത്തിനപ്പുറം കേരളത്തിൽ വ്യവസായം നടത്തേണ്ട മുതലാളിമാർ അവരുടെ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ വിവിധങ്ങളായ ലോകത്തെ പല സ്ഥാപനങ്ങളും എവിടെ പണമിറക്കണം നോക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ബഡ്ജറ്റ് പരിശോധിക്കും. കേരള ബഡ്ജറ്റ് പരിശോധിച്ചാൽ, കിബിയുടെ രേഖ പരിശോധിച്ചാൽ ഇവിടെ പണം ഇറക്കാനുള്ള ആത്മവിശ്വാസം കൊടുക്കും. ആ ആത്മവിശ്വാസത്തിൻ്റെ മേലെയാണ് പിണറായി സർക്കാർ ജയിച്ചത്. ഈ മാതൃക
നാടിന് വേണോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ നിലയിലേക്കുള്ളൊരു മാറ്റത്തിലേക്ക് പടിപടിയായി എത്തിയത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള മാജിക്കോ ഗിമിക്കോ അല്ല. അതിന് വേണ്ട കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഓരോന്നോരോന്ന് ചെയ്ത് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച്, വൻകിട കമ്പനികളെ സംബന്ധിച്ച് ഒക്കെ അവർക്കൊരു ആത്മവിശ്വാസം വരുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ മാനദണ്ഡമായി പറയുന്നത്. ഇതൊരു തുടർച്ചയാണ്. ഒരു തുടർഭരണം കേരളം കാണുമ്പോൾ ഏതൊക്കെ നിലയിലാണ് ഒരു തുടർഭരണത്തിൻ്റെ സാധ്യതകൾ എന്നുകൂടിയാണ് സർക്കാർ ഇതിലൂടെ ജനങ്ങളോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. വസന്ത് സിറിയക്,